യെസ്, ബി രാധാകൃഷ്ണ മേനോൻ, നോക്കൂ നോക്കൂ പതിവിന് വിപരീതമായിട്ട് ബി ജെ പിയുടെ ശക്തി പരാമർശിക്കുന്ന ചില കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിലുണ്ട്, പ്രവർത്തന റിപ്പോർട്ടിലുണ്ട്. സാധാരണ അങ്ങനെ വിട്ട് പറയാറില്ല. പക്ഷേ ഇവിടെ നോക്കൂ, വോട്ട് ചോർച്ച സംഭവിക്കുന്നു, പാർട്ടിയിൽ തന്നെ വോട്ട് ചോർച്ചയുണ്ടായിരിക്കുന്നു. ആ വോട്ടുകളെല്ലാം പോയത് ബി ജെ പിക്കാണ് എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിനി കൊല്ലാനാണോ വളർത്താനാണോ? ഇല്ല, അത് അവരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ വോട്ട് ചോർച്ച എന്നുള്ള പരാമർശം CPM ഇപ്പൊ ആദ്യമായിട്ട് നടത്തുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എല്ലാ കാലത്തും അവര് അത് സൂക്ഷ്മമായി നിരീക്ഷിക്കാനുണ്ട്. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആദ്യമായിട്ട് NDAക്ക് ഒരു MP അത് PC തോമസ് ആണ് മൂവാറ്റുപുഴയിൽ നിന്ന് ജയിച്ചത്. എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. ആ സമയത്ത് ആ മത്സരത്തിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളുടെ എണ്ണവും അതിഭീകരമായി കുറഞ്ഞപ്പോ അന്ന് ഇടതുപക്ഷ, അതായത് BJP NDA ജയിക്കാനിടയായത് CPMന്റെ ശക്തി കേന്ദ്രങ്ങളിലെ, അതായത് കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ CPMന്റെ വോട്ട് ബാങ്കുകളിൽ നിന്ന് വലിയ തോതിലുള്ള വോട്ട് NDA വിജയിക്കും എന്ന് വന്ന ഒരു സാഹചര്യത്തിൽ NDAയിലേക്ക് ഒഴുകി. അത് ദേശീയ തലത്തിൽ LK അദ്വാനി വന്ന് മൂവാറ്റുപുഴയിൽ പ്രചരണം നടത്തിയപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്. ഞാൻ സൂചിപ്പിച്ചത്, തീർച്ചയായിട്ടും NDAയുടെ ശക്തി കേരളത്തിൽ വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ BJP വളരുമ്പോൾ, BJPക്ക് വോട്ട് കൂടുമ്പോൾ അത് CPMന്റെ കാലങ്ങളായിട്ടുള്ള വോട്ട് ബാങ്കിനെ ബാധിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ ചെറുക്കാൻ അവരെല്ലാ കാലവും പരിശ്രമിച്ചിട്ടുണ്ട്. അതിപ്പോഴും പരിശ്രമിക്കുന്നു, ഇനിയും പരിശ്രമിക്കും. അതിന് അത്ഭുതമൊന്നുമില്ല. പക്ഷെ അവർക്ക് ആ ചെറുത്തുനിൽപ്പ് ഇനിയും സാധ്യമാവില്ല. കാരണം റഷ്യയില് നമുക്കറിയാം, ഗോർബച്ചോവ്, പെരിസ്ട്രോയിക്ക്, ഗ്ലാസ്നോഷും ഒക്കെ പറഞ്ഞ ചരിത്രം. ആ നിലയിൽ വന്നിട്ട് ആ പ്രദേശം, ആ റഷ്യൻ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയവും അതിന്റെ പ്രസക്തിയും എല്ലാം എങ്ങനെ ഇല്ലാതായി. റഷ്യ എന്നൊരു ദേശമുണ്ട്, പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ഭാഗ്യം എന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ കവിത എഴുതിയ ആളുകളുണ്ട്, കേരളത്തിൽ പാട്ട് പാടിച്ച ആളുകളുണ്ട്, മധുര മനോജ്ഞ മനോഹര ചീന എന്ന് പറഞ്ഞുകൊണ്ട് ചൈനയെ പുകഴ്ത്തി പാടിയവരുണ്ട്. അങ്ങനെയെല്ലാം ചൈനയെയും റഷ്യയെയും കാണിച്ചിട്ട് കേരളത്തിലെ വയലേലകളിൽ പണിയെടുക്കുന്ന പട്ടിണിക്കാരെയും പാവപ്പെട്ടവരെയും സംഘടിപ്പിച്ചിരുന്ന കമ്മ്യൂണിസം, ആ കമ്മ്യൂണിസം ഇന്ന് ആശാ വർക്കർമാരെ ആക്ഷേപിക്കുന്നതിൽ, അവരെ അവഹേളിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന, എന്നാൽ അതേസമയം പിണറായിക്ക് സ്തുതി പാടുന്ന ആ നിലയിലുള്ള സ്തുതിപാഠകരുടെ, അവർക്ക് വാഴ്ത്തുപാട്ട് എഴുതുന്നവരുടെ പ്രസ്ഥാനമായി അധപ്പതിച്ചിരിക്കുന്നു. ആശയ ദൃഢതയുള്ള കേഡർമാർ നയിച്ചിരുന്ന കമ്മ്യൂണിസം ഇന്നിപ്പോ വാഴ്ത്തുപാട്ടുകാരുടെ, അല്ലെങ്കിൽ ആ പാട്ടിന്റെ സംവിധായകരുടെ, അല്ലെങ്കിൽ ആ പാട്ടിന്റെ രചയിതാക്കളുടെ, അവരുടെയൊക്കെ അധീനതയിലേക്ക് വഴിമാറിയിരിക്കുന്നു. ഈ തരത്തിലുള്ള വഴിമാറ്റം കമ്മ്യൂണിസത്തിന് ആഗോളതലത്തിലുണ്ടായ പരിവർത്തനത്തെ കേരളത്തിലും ഏറ്റെടുക്കുന്നതിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അവരുടെ ആ ഏറ്റെടുക്കൽ വരാൻ പോകുന്ന ദിനങ്ങളിൽ അവരുടെ ആ ഒരു വിശ്വാസം നശിപ്പിച്ചിരിക്കുന്നു. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ആശങ്ക അവരുടെ ഉള്ളിൽ ഉണ്ടായതാണ് BJPയെ കുറിച്ചുള്ള അവരുടെ ആശങ്കയുടെ അടിസ്ഥാനം. BJP ദേശീയ രാഷ്ട്രീയത്തിൽ, അതായത് RSSും BJPയും ഒക്കെ കേരളത്തിലോ അല്ലെ ഭാരതത്തിലോ ഒക്കെ പ്രവർത്തിക്കാൻ ആരംഭിച്ച അതേ കാലഘട്ടത്തിൽ, 1925 കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് കമ്മ്യൂണിസവും പ്രവർത്തിക്കാൻ ആരംഭിച്ചതാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതാണ്. ഇന്നിപ്പോ ആ ഇന്ത്യയിലെ ഭരണസാരഥ്യത്തിലേക്ക് RSS ഉയർത്തുന്ന ആശയഗതികൾ, അതുമായി ബന്ധപ്പെട്ടവർ ഇന്ത്യ മഹാരാജ്യത്തെ നയിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായപ്പോ ലോകം മുഴുവൻ ഉണ്ടായ മാറ്റം കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കി, കേരളത്തിലെ കമ്മ്യൂണിസത്തെയും ഇല്ലാതാക്കി. ഇപ്പൊ അവര് പിടിച്ചു നിൽക്കാൻ വേണ്ടി ആശയമില്ലാതായി എന്നറിഞ്ഞിട്ടും ആമാശയത്തിന് വേണ്ടി സംഘടനയെ നിലനിർത്തിക്കൊണ്ട് ഭരണത്തിൽ തുടരാനുള്ള പരിശ്രമം മാത്രമാണ് ഈ പാർട്ടി സമ്മേളനത്തിൽ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവര് പാർട്ടി നിലനിർത്താൻ വേണ്ടി തുടർ ഭരണമാണ് അവരുടെ മുദ്രാവാക്യമെന്നാണ് പ്രചരിപ്പിക്കുന്നത്. ഇന്നലെകളിൽ അവർ പറഞ്ഞത് ഇവിടെ തൊഴിലാളി വർഗ വിപ്ലവം, തൊഴിലാളി നയിക്കുന്ന കമ്മ്യൂണിസം, തൊഴിലാളി നയിക്കുന്ന ഭരണം, ഇതൊക്കെയാ പറഞ്ഞത്.
ഇന്ന് പാവപ്പെട്ട ആശാ വർക്കേഴ്സിനെ അവർക്കെതിരെ ആക്ഷേപം ചൊരിയുന്ന, അവരെ പരിഗണിക്കാത്ത ആശാ വർക്കർമാരെന്നല്ല, അടിസ്ഥാന വർഗത്തെ അപ്പാടെ അവഹേളിക്കുന്ന ഒരു പ്രസ്ഥാനമായി ആ കമ്മ്യൂണിസം മാറുമ്പോ അവരുടെ അടിസ്ഥാന വർഗമായിരുന്ന ആളുകളൊക്കെ ആശാ കേന്ദ്രമായി BJP-യെ പോലെയുള്ള പ്രസ്ഥാനങ്ങളെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. കാരണം BJP ദേശീയ തലത്തിൽ ഉണ്ടാക്കിയ മുന്നേറ്റം, ഇവിടെയും സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമീപനം. എന്നാൽ കമ്മ്യൂണിസം പറഞ്ഞ പോലെ തൊഴിലാളി വർഗ ഭരണം നടപ്പാക്കുമെന്നല്ല, പക്ഷെ ഈ നാട്ടിലെ എല്ലാവരെയും ഒരേപോലെ കാണും. ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നവനും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവനും ആനുകൂല്യങ്ങൾ ലഭ്യമാവുന്ന തരത്തിൽ തന്നെ ഭരണം നടത്തും. ഉന്നതനായി പോയത് കൊണ്ട് അവന് അർഹിക്കുന്ന അവകാശം വേണ്ട എന്നല്ല. പക്ഷേ ദരിദ്ര നാരായണന്മാരുടെ മുഖമാണ് മഹാത്മജി പറഞ്ഞതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ മോദിജിയുടെ മനസ്സിൽ ആദ്യം വരുന്നത്. നരേന്ദ്രമോദിയുടെ മുഖത്ത് ഭരണ പരിഷ്കാരങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പാക്കുമ്പോൾ ഏറ്റവും താഴെ തട്ടിലുള്ള പാവപ്പെട്ടവനെ നോക്കി കണ്ടുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കുന്ന സമീപനം ഉണ്ടാവുന്നു. എന്നാൽ അതേസമയം പിണറായിയുടെ കമ്മ്യൂണിസം പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അത് ഏറ്റവും വലിയ മുതലാളിയെ മുന്നിൽ കണ്ടുകൊണ്ട് മുതലാളിയുടെ താല്പര്യത്തിൽ ഇവിടെ വരുത്തേണ്ട പരിവർത്തനത്തെ നോക്കിക്കണ്ടുകൊണ്ട് പദ്ധതി ആവിഷ്കരിക്കുന്നവരായി മാറുന്നു. ന്യായീകരണ തൊഴിലാളിയെ കണ്ടെത്താൻ വേണ്ടി പാർട്ടി സമ്മേളനത്തിൽ പ്രമേയമാക്കേണ്ട, പാർട്ടിയിൽ ചർച്ച നടത്തേണ്ട, ന്യായീകരണ തൊഴിലാളിയെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നു സ്തുതിപാഠകരെ. പുതിയ കവികൾ ഉദയം കൊള്ളട്ടെ. സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, എനിത്തിങ് ടു ആഡ്? ഇവിടെ സംസ്ഥാന സമ്മേളനം ഏതാനും ദിവസങ്ങൾ ഞായറാഴ്ച പര്യവസാനിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു മൂന്നാമത്തെ ഒരു ഭരണം അല്ലെങ്കിൽ തുടർ ഭരണത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു എന്നൊരു പ്രതീതി ജനിപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. കാരണം അവരങ്ങനെ തന്നെയാണ് പൊസിഷൻ ചെയ്യുന്നത്. ഇതുവരെ ചെയ്ത കഴിഞ്ഞ 9 വർഷം കൊണ്ട് സംഭവിച്ച പോരായ്മകൾ ഒരു വർഷം കൊണ്ട് തിരുത്താനാവണമെങ്കിൽ അവിടെ ഈ നയങ്ങൾ പോരാ എന്ന ഒരു ഓപ്പൺ അഡ്മിഷൻ. അതുകൊണ്ടാണ് പുതിയ പന്ഥാവുകൾ എന്ന രീതിയിൽ പിണറായി വിജയൻ തന്നെ സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ അവിടെ പാർട്ടിയെയും സർക്കാരിനെയും ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും തുടർ ഭരണമെന്ന ഒറ്റ ഒരു അജണ്ട, വേറെ ഒരു അജണ്ടയും ഇല്ല. പ്രത്യയശാസ്ത്രം പത്തായപ്പുറത്ത് വെച്ചിരിക്കുന്നു, മറ്റു കാര്യങ്ങളെല്ലാം പ്രത്യയശാസ്ത്രപരമായിട്ട് എല്ലാ ജാടകളും മാറ്റിവെച്ചിരിക്കുന്നു. തുടർ ഭരണം, അതായത് പാർട്ടി ക്ലാസ് എന്നൊരു ക്ലാസ് ഉണ്ടായിരിക്കുന്നു. അതായത് വർക്കിംഗ് ക്ലാസ് അല്ല, പാർട്ടി ക്ലാസ് എന്നൊരു പുതിയ ക്ലാസ്. ആ ക്ലാസ്സിന് അധികാരമില്ലാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ട് പരമാവധി അധികാര ഘടനയിൽ നിന്നും മാറി നിന്നാൽ സർവനാശം എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് പരമാവധി അച്ചടക്കം പാലിച്ചുകൊണ്ട് ഒരു വ്യക്തിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കത്തക്ക രീതിയിൽ സമ്മേളനം ഒരുക്കിയത് ഒരു പരിധിവരെ വിഭാഗീയത ഇല്ല എന്ന പ്രതീതി ജനിപ്പിച്ചു. ഇവിടെ എല്ലാം ഭദ്രമെന്ന പ്രതീതി ജനിപ്പിച്ചു. പക്ഷേ അടിസ്ഥാനപരമായ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിൽ നിന്നും ഒരുപാട് കോംപ്രമൈസ് വേണ്ടി വന്നിരിക്കുന്നു. അത് ദുഃഖകരമായൊരു സത്യമായി അവശേഷിക്കുകയും ചെയ്യുന്നു.